വടക്കാഞ്ചേരിയിൽ നിന്ന് കടന്നു കളഞ്ഞ കൊടും കുറ്റവാളി വിനീത് ആലപ്പുഴയിലെത്തി. ഇന്നലെ രാവിലെ വിനീതിനെ അമ്പലപ്പുഴ ഭാഗത്താണ് കണ്ടത്. അമ്പലപ്പുഴ പോലീസ് വിനീതിനായി വലവിരിച്ചുവെങ്കിലും പിടികൂടാനായില്ല. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഒരു കൊടും കുറ്റവാളിക്ക് പിന്നാലെ പോലീസ് കിടന്ന് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമാണോ? എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ആരാണ് ഇയാൾക്ക് സഹായം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് വിവരങ്ങളുണ്ടോ? അത് അമ്പലപ്പുഴ പോലീസാണ് ഇത്തരത്തിൽ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള വിനീതിനെ പിടിച്ച് വടക്കാഞ്ചേരി പോലീസിന് കൈമാറുന്നത്. ഈ വടക്കാഞ്ചേരി പോലീസിന് കൈമാറി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഈ വിനീത് രക്ഷപ്പെടുന്നത്. വിനീതിൻ്റെ ഒപ്പം രാഹുലും ഉണ്ടായിരുന്നു. ഈ രാഹുലിനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഈ കുമ്പളങ്ങാട് സ്വദേശിയായിട്ടുള്ള ശരത്തിൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ചിരുന്ന റോയൽ എൻഫീൽഡ് 350 ബൈക്കും എടുത്തുകൊണ്ടാണ് പോയത്. ശരത്ത് ഈ വീടിന് വെച്ചിരുന്ന ബൈക്കിൽ താക്കോലടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. 9 ലിറ്റർ പെട്രോളും അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിനീതാണ് ഈ ബൈക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ബോധ്യമായി. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് പാലക്കാട് ഭാഗത്തേക്ക് പോകാനാണ് സാധ്യത എന്നാണ്. പക്ഷേ ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം അമ്പലപ്പുഴ പോലീസിന് കിട്ടി. അമ്പലപ്പുഴ പോലീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിനീതിനെ തിരക്കി ചെന്നപ്പോൾ പക്ഷേ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വിനീത് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയാണ്. 100ഓളം കേസുകളിൽ പ്രതിയാണ്. തൻ്റെ 13-ാം വയസ്സ് തൊട്ട് ഇത്തരത്തിൽ ഈ മോഷണവും പിടിച്ചുപറിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾ കൂടിയാണ്. വടിവാൾ വിനീത് എന്നാണ് ഇദ്ദേഹത്തെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇയാളെ പിടികൂടിയപ്പോൾ, ചിതറ പോലീസ് പിടികൂടിയപ്പോൾ ആ സമയത്ത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞതാണ്. അത്തരമൊരു പ്രതിയുമായിട്ട് വീണ്ടും പോലീസ് എത്തിയപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് വീണ്ടും ഇയാൾ കടന്നു കളഞ്ഞിരിക്കുന്നത്. ഇനി ഇയാൾ എങ്ങോട്ടേക്കാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ അമ്പലപ്പുഴ പോലീസും നിരീക്ഷിച്ചു വരികയാണ്.